ഇമേജ് സ്റ്റെബിലൈസറുകളെ കുറിച്ച് മറ്റൊരു പാഠഭാഗത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരല്പം കൂടി ഇൻഫർമേഷൻ അതുമായി ബന്ധപ്പെട്ട് പാസ് ചെയ്യാനാണ് ഈ ഒരു സെഷനിൽ ഞാൻ ഇമേജ് സ്റ്റെബിലൈസേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്താണ് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ ക്യാമറ കയ്യിലെടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഹാൻഡ് ഷേക്ക് മൂലം ചിത്രത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യാമറയിലുള്ള ഒരു സംവിധാനമാണ് ഇമേജ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഇത് 2 ഭാഗങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന ഏറ്റവും അതിനൂതനമായ ഒരു ടെക്നോളജിയും ലെൻസിലുള്ള ഇമേജ് സ്റ്റെബിലൈസേഷനും, ഇങ്ങനെ 2 വിധത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ആദ്യമായിട്ട് ലെൻസിലുള്ള ഇമേജ് സ്റ്റെബിലൈസേഷനും എന്താണെന്ന് നോക്കാം. ഇമേജ് സ്റ്റെബിലൈസേഷൻ മെക്കാനിസം അല്ലെങ്കിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പ്രധാനമായിട്ടും 2 സ്ഥലങ്ങളിലാണ് ഉള്ളതെങ്കിലും അത് 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും മറ്റൊന്ന് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷനും. എന്താണ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് നോക്കാം. ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലെൻസിനകത്ത് അല്ലെങ്കിൽ ക്യാമറയുടെ ബോഡിക്കകത്ത് ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റിലൂടെ നിങ്ങളുടെ ക്യാമറയുടെ ഷെയ്ക്ക് ഒഴിവാക്കുന്ന രീതിയാണ്. അതായത് ലെൻസിനകത്താണെങ്കിൽ ലെൻസിനുള്ള മെക്കാനിസം നിങ്ങളുടെ കൈ അനങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചലിപ്പിച്ചുകൊണ്ട് ആ ചലനത്തെ ക്യാൻസൽ ചെയ്ത് കളയുന്ന രീതിയാണ് ക്യാമറ ചെയ്തു വരുന്നത്. എന്നാൽ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നാൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ ചെയ്യുന്നത് നിങ്ങൾ ഷൂട്ട് ചെയ്ത എടുത്ത ചിത്രം, അതായത് ഷൂട്ടിങ്ങിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഷൂട്ട് ചെയ്ത് എടുത്ത ഇമേജ് ഒരല്പം വലുതാക്കിയിട്ട് എവിടെയൊക്കെ അതിനകത്ത് ഷെയ്ക്ക് ഉണ്ടോ അവിടെയൊക്കെ ആ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്ത് കളയുന്നത്, ഡിജിറ്റലി പ്രോസസ്സ് ചെയ്തിട്ട് നീക്കം ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്യാമറയിൽ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കാൻ പാടില്ല. കാരണം ചിത്രത്തിൻ്റെ എല്ലാ ക്വാളിറ്റിയും നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. പക്ഷേ ഇന്നുള്ള DSLR ക്യാമറകളിൽ അത്തരത്തിലുള്ള ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. പക്ഷേ എൻട്രി ലെവൽ ക്യാമറകളിലും അതേപോലെ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിലൊക്കെ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇനി തിരിച്ച് ലെൻസിലുള്ള ഇമേജ് സ്റ്റെബിലൈസേഷനിലോട്ട് തന്നെ വരാം. ലെൻസിലുള്ള ഇമേജ് സ്റ്റെബിലൈസേഷനിൽ 3 ഭാഗങ്ങളിലേക്ക് ലെൻസിൻ്റെ മെക്കാനിസത്തെ ചലിപ്പിച്ചുകൊണ്ടാണ് ക്യാമറ ഈ ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഈ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യുന്നത്. ഇനി തിരിച്ച് ബോഡിയിലേക്ക് വരികയാണെങ്കിൽ ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ക്യാമറയുടെ സെൻസറിനെ നിങ്ങളുടെ കയ്യിലെ വിറയലിനനുസരിച്ച് അല്ലെങ്കിൽ ഹാൻഡ് ഷേക്കിനനുസരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെൻസറിനെ മൂവ് ചെയ്തുകൊണ്ടാണ് ക്യാമറകൾ ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ നടപ്പിലാക്കുന്നത്. ഇനി ഏതാണ് നമുക്ക് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷനാണ് നമുക്ക് എപ്പോഴും നല്ലതായിട്ട് വരിക. കാരണം ലെൻസിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഘടിപ്പിക്കുന്നത് വഴി ക്യാമറ കമ്പനികൾ വളരെയധികം കാശ് നമ്മളോട് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ ബോഡിയിലാണെങ്കിൽ നമുക്ക് ഒരു ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ബോഡിയിലും ആ സമയത്ത് മാത്രം നമ്മൾ അതിന് കാശ് കൊടുത്താൽ മതി. പിന്നീട് വാങ്ങുന്ന ലെൻസുകൾക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ അധിക ചാർജ് നൽകേണ്ടതില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലെൻസുകളും തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടി വരുന്നതാണ്. പക്ഷേ നമുക്ക് ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത പഴയ രീതിയിലുള്ള ലെൻസുകൾ ഉപയോഗിച്ചിട്ട് വളരെ നല്ല ഫോട്ടോസ് ഷൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. വിവിധ ക്യാമറകളിൽ ഇതിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് നോക്കാം. ക്യാനൺ ക്യാമറയിൽ IS എന്നാണ് കാണിക്കുക. അതിൻ്റെ ഫുൾ ഫോം ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് തന്നെയാണ്. നിക്കോണിലേക്ക് വരികയാണെങ്കിൽ നിക്കോണിൽ VR എന്നാണ് കാണിക്കുക. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ റിഡക്ഷൻ എന്നാണ്. സോണി ക്യാമറകളിൽ വന്നു കഴിഞ്ഞാൽ OSS എന്നാണ് കാണുക. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞാൽ ഓപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട് എന്നാണ്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനെയാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റിലൂടെ ഇമേജ് സ്റ്റെബിലൈസ് ചെയ്തിരുന്ന രീതിയാണ്. വളരെ ഫലപ്രദമായ ഒരു മെക്കാനിസമാണ് ഇന്ന് വരുന്ന ക്യാമറകളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാമറ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ലെൻസിലോ ബോഡിയിലോ ഉള്ള ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക.